നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായിബാബയുടെ അമ്പലത്തിൽ വന്ന പോലത്തെ അവസ്ഥയാണ്. മുഴുവൻ സായിബാബയുടെ ഫോട്ടോകളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. കാരണം ഈ ഫാക്ടറിയിലുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ പണിയെടുക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ദോഡബെല്ലാപ്പൂർ എന്നൊരു സ്റ്റേഷനിലെത്തി. പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. നമ്മൾ പുതിയതായി യാത്ര ചെയ്യാൻ പോകുന്നത് പുട്ടപ്പർത്തിക്കാണ്. സായിബാബയുടെ ആശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്ന പുട്ടപ്പർത്തിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പുട്ടപ്പർത്തിയിലേക്ക് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് 1:40 പ്രശാന്തി എക്സ്പ്രസ്സിനാണ് പുട്ടപ്പർത്തിക്ക് പോകുന്നത്. അപ്പോൾ പുട്ടപ്പർത്തി വരെയുള്ള ട്രെയിൻ യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുക. ഭുവനേശ്വറിന് പോകുന്ന എക്സ്പ്രസ് ആണിത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. നിറച്ചു ആളാണ്. ഞാനിവിടെ 1 മണി ആയപ്പോൾ എത്തിയപ്പോൾ തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് എങ്ങനെ എടുക്കാൻ കഴിയും എന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. KSR റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പുട്ടപ്പർത്തിക്ക് പോകേണ്ട ട്രെയിൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മേൽപ്പാലമൊക്കെ കയറി നല്ല തിരക്ക്. നമ്മുടെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ ട്രെയിൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറൊക്കെ മുമ്പേ തന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അല്പം വരാൻ വൈകിയത് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ മിക്കവാറും നിറഞ്ഞിട്ടുണ്ടാവും. ട്രെയിൻ കാണാം. ഭുവനേശ്വർ ടു ബാംഗ്ലൂരു. പ്രശാന്തി എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇത് പുട്ടപ്പർത്തി വഴി പോകുന്നത് കൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 70 രൂപയാണ് ഈ പ്രശാന്തി നിലയം എന്ന പുട്ടപ്പർത്തിയിലെ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പോൾ ഈ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ട്രെയിൻ അങ്ങനെ 1:40 തന്നെ കൃത്യമെടുത്തു. ഇപ്പോൾ അപ്പുറത്ത് കാണുന്ന ഒരു ട്രെയിൻ കണ്ടോ? അതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. നേരത്തെ വരുമായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് അടുത്ത് കാണാമായിരുന്നു, പക്ഷേ സാധിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ KSR റെയിൽവേ സ്റ്റേഷൻ പിന്നിടുകയാണ് പുട്ടപ്പർത്തിയിലേക്ക്. വലിയൊരു സ്റ്റേഷനാണ് KSR ബാംഗ്ലൂരു. അപ്പോൾ സ്റ്റേഷൻ പതുക്കെ നമ്മൾ പിന്നിട്ട് യാത്ര അടുത്ത സ്റ്റേഷനായ ബാംഗ്ലൂർ കാൻഡ് ലക്ഷ്യമാക്കി. ഇത് ബാംഗ്ലൂർ കാൻഡ് റെയിൽവേ സ്റ്റേഷൻ, അതായത് ഒരു സൈനിക താവളത്തിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനെയാണ് കാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ബാംഗ്ലൂരിൽ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ആ കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വന്ദേ ഭാരതൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങോട്ടെങ്കിലും മറ്റ് സ്റ്റേഷനിൽ നിന്നും പോകാനുള്ളതായിരിക്കും. തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ്. വീണ്ടും മുമ്പോട്ടുള്ള യാത്ര പോകുമ്പോൾ യലഹങ്ക എന്ന സ്ഥലത്തേക്ക് പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന മെട്രോയുടെ മേൽപ്പാലങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള കാഴ്ച. പണി പൂർത്തീകരിച്ചിട്ടില്ല, പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അകലെ വലിയ ഫ്ലാറ്റുകളുടെ കാഴ്ച. ഏകദേശം ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് യലഹങ്കയാണ്. യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിനോട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ആളുകൾ ട്രെയിന് പോവുകയാണെങ്കിൽ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനാണ് യലഹങ്ക. ഇവിടെ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് കാണാം മെട്രോ പോകേണ്ട മേൽപ്പാലങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി കുറേശ്ശെ പണിത് വെച്ചിരിക്കുന്ന കാഴ്ചകൾ. ആ കാഴ്ചകളും കടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യലഹങ്ക റെയിൽവേ സ്റ്റേഷനിൽ ഇതാ എത്തിക്കഴിഞ്ഞു. യലഹങ്ക റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ നിർത്തുന്നുണ്ട്. ഇവിടുന്നും ധാരാളം ആളുകൾ കയറാനുണ്ട്. കാരണം ഇത് ഭുവനേശ്വർ വരെ, ഒറീസയിലെ ഭുവനേശ്വർ വരെ പോകുന്ന വണ്ടിയാണ്. അങ്ങനെ ഇത് യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ. യലഹങ്ക റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും കണ്ട് നമ്മൾ മുമ്പോട്ട് തന്നെ യാത്ര. യലഹങ്ക കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ്
കാഴ്ച. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത ഏകദേശം ഒരു 40-40 കിലോമീറ്റർക്കിടയ്ക്ക് ഒരു സ്റ്റേഷനിൽ മാത്രമേ നിർത്തുകയുള്ളൂ എന്നുള്ളതാണ്. ചെറിയ ചെറിയ സ്റ്റേഷനുകളിൽ ഒന്നും നിർത്തില്ല. ഇതിപ്പോൾ ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞ് ദോഡബെല്ലാപ്പൂർ എന്നൊരു സ്റ്റേഷനിലെത്തി. പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്, കർണാടകത്തിലെ സ്റ്റേഷനാണ്. അവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ മനോഹരമായൊരു കാഴ്ച എന്ന് പറയുന്നത് മിക്സർ മെഷീൻ കൂട്ടിയിട്ടിരിക്കുന്നൊരു കാഴ്ച. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊരു പെട്ടെന്ന് കിട്ടിയൊരു കാഴ്ചയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ അവിടുത്തെ പ്രകൃതി കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയാണ്. കിലോമീറ്ററുകളോളം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഭൂമി. വലിയ വൃക്ഷങ്ങളൊന്നുമില്ല, ചെറിയ കുറ്റിക്കാടുകളും മറ്റുമൊക്കെ. കാര്യമായ കൃഷിയൊന്നും ഈ പ്രദേശങ്ങളിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചെറിയ കുറ്റിക്കാടുകൾ, മുൾച്ചെടികൾ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട മരങ്ങൾ. ഇതൊക്കെയാണ് ഈ കർണാടകത്തിലെ ഈ പ്രദേശങ്ങളിലൂടെ ആന്ധ്രയിലേക്ക് പോകുന്ന പ്രദേശങ്ങളിലൂടെ ട്രെയിൻ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ച. ഇതിങ്ങനെ 100 കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ ദൂരേക്ക് നമുക്ക് കാണാം. കാര്യമായ മലകളോ മറ്റൊന്നും തന്നെയില്ല. എന്നാൽ ഈ പ്രകൃതിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭംഗി നമുക്ക് തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി, ജനവാസ കേന്ദ്രങ്ങളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ ഒരു 40-45 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുക. റെയിൽവേ സ്റ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, പക്ഷേ അത് സാധാരണ ലോക്കൽ ട്രെയിനുകളൊക്കെ മാത്രം നിർത്തുന്ന സ്റ്റേഷനുകളാണ്. ഇതൊരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് ഒന്ന് നിർത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രദേശത്തു കൂടി നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ച. എന്തായാലും ഒരു മനോഹാരിതം ഉള്ള ഒരു കാഴ്ച തന്നെയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 10-35 കിലോമീറ്റർ നമ്മൾ ദോഡബെല്ലാപ്പൂർ എന്ന സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്തിരിക്കുന്നു. വണ്ടിക്കകത്താണെങ്കിൽ തിക്കും തിരക്കും. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൗരി ബിഡാനൂർ എന്ന സ്റ്റേഷനാണ്. വലിയ സ്റ്റേഷനാണ്, വലിയൊരു പട്ടണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേഷനാണ്, കർണാടകത്തിലെ സ്റ്റേഷനാണ്. അപ്പോൾ ആ സ്റ്റേഷനും പിന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര പുട്ടപ്പർത്തി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഗൗരി ബിഡാനന്നൂർ എന്ന സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞപ്പോൾ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹിന്ദുപ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഏകദേശം ആന്ധ്ര എത്തിക്കഴിഞ്ഞു. ഇവിടെ 100 കണക്കിനുള്ള ഫാക്ടറികളാണ്. അതിൻ്റെ കാഴ്ചകളാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഫാക്ടറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ്. ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റാത്ത പോലുള്ള ഗന്ധമാണ് നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ശ്വാസം മുട്ടി എന്നുള്ളതാണ്. ഒരു വല്ലാത്ത ഗന്ധമാണ് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ ആഴത്തിൽ കുത്തിക്കയറുന്നത്. ഒരു 10-30 കിലോമീറ്റർ ദൂരം ഈ ഫാക്ടറികളുടെ കളിയാണ്. വിഷം തുപ്പുന്ന പുകക്കുഴലുകളുടെ കാഴ്ച പ്രധാനമായും. ഈ പ്രദേശത്തൊന്നും ജനവാസമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഈ ഫാക്ടറിയിലുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ പണിയെടുക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ആ ട്രെയിനിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഒരു വല്ലാത്ത ഗന്ധമാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനായ ഹിന്ദുപ്പൂർ എന്ന സ്റ്റേഷനിലെത്തി. ആന്ധ്രാപ്രദേശിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഹിന്ദുപ്പൂർ സ്റ്റേഷൻ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുപ്പൂർ സ്റ്റേഷൻ ഇപ്പോൾ റെയിൽവേൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാക്കുകയാണ്. എല്ലാം ഗംഭീരമായ വർക്കാണ് ഇന്ത്യൻ റെയിൽവേ എല്ലാ സ്റ്റേഷനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുപ്പൂർ സ്റ്റേഷൻ നമ്മൾ പിന്നിടുകയാണ്. നമ്മളിപ്പോൾ ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുപ്പൂർ സ്റ്റേഷനൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ ഇതുപോലത്തെ കാഴ്ചയാണ്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് എത്തി. ആന്ധ്ര എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വയൽ പ്രദേശങ്ങളൊക്കെ എത്തി കേട്ടോ. വയൽ പ്രദേശങ്ങൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ മൊട്ട കുന്നുകളുടെ കാഴ്ചയുണ്ട്. പ്രകൃതി കുറച്ചുകൂടെ ഭംഗിയായി മനോഹരിയായിട്ട് മാറിയെന്ന് തോന്നുന്നു ആന്ധ്രയിലേക്ക് പ്രവേശിച്ചപ്പോൾ. ദൂരെ കാണുന്ന
നല്ല വലുപ്പമുള്ള കുന്നുകൾ, വലിയ സഹ്യപർവ്വതം പോലത്തെ മലനിരകളല്ല, കുറേ വയലുകൾ, നീണ്ടു കിടക്കുന്ന ഇടതൂർന്ന് കിടക്കുന്ന വയലുകൾക്ക് നടുവിൽ ഇതുപോലുള്ള ഒരുമാതിരി വലുപ്പമുള്ള മൊട്ടക്കുന്നുകളുടെ കാഴ്ച അതിഗംഭീരമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് താഴ്വാരങ്ങളിലൊക്കെ നെൽവയലുകളുണ്ട്. അതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുറേ പ്രദേശങ്ങളൊക്കെ കാണാം. ഇത് ഗംഭീരമായൊരു കാഴ്ചയാണ് ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ. ഈ ഹിന്ദുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി നിർത്തുന്നത് കൊനകൊണ്ട എന്ന റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന സത്യസായി ബാബയുടെ ആ സ്ഥലത്തേക്ക് പുട്ടപ്പുറത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. ഇതൊരു ജംഗ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ലേശം വളഞ്ഞിട്ടാണ് പോകുന്നത്. നേരെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ധർമാവരം എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇത് പെനകൊണ്ട എന്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ പെനകൊണ്ട ഒന്ന് തിരിഞ്ഞ് ഈ പുട്ടപ്പുറത്തിയുടെ ഭാഗത്തേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ വളഞ്ഞു പോകുന്ന റൂട്ടാണ്. ഈ പുട്ടപ്പുറത്തിയിലൂടെ പോകേണ്ടത് കൊണ്ട് മാത്രമാണ് ഈ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. പുട്ടപ്പുറത്തിയിലേക്കുള്ള ആളുകളെയും കൂടെ ഉദ്ദേശിച്ചാണ് ഈ ട്രെയിൻ ആ വഴി പോകുന്നത്. പെനകൊണ്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അടിപൊളി കാഴ്ചയാണ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണെന്നറിയോ, സുന്ദരമായിട്ടുള്ള പ്രകൃതി ഭംഗി. ഇത്രയും നേരം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്തതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള കാഴ്ച വന്ന സ്ഥലമാണ് ഈ പെനകൊണ്ട കഴിഞ്ഞപ്പോൾ. പെനകൊണ്ട കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത വണ്ടി നമ്മൾ നിർത്തുന്നത് ഈ നമ്മൾ ഇറങ്ങേണ്ട സായി നിലയത്തിലാണ്. പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് ഒരു ഇറക്കമാണ് യഥാർത്ഥത്തിൽ. ഈ ഇറക്കത്തിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ആന്ധ്രയിലെ. മാവിൻ്റെ കൃഷി, തക്കാളി, മുളക്, അതുപോലെ തന്നെ നിലക്കടല, സകല വിളകളും കൃഷി ചെയ്യുന്ന ഒരു പ്രദേശത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ട്രെയിൻ പതുക്കെയാണ് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇറക്കമാണ്. ഇറക്കമായതുകൊണ്ട് പതുക്കെ ട്രെയിൻ നിരങ്ങിയാണ് സത്യത്തിൽ ഇറങ്ങുന്നത്. പക്ഷെ അത് വീഡിയോയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും അതിലിരിക്കുന്ന നമുക്ക് അനുഭവപ്പെടും. മലകളൊക്കെ കണ്ടോ, എന്നാ സുന്ദരമായ മലകൾ. കുറേ പ്രദേശങ്ങളിൽ കൃഷി ഒരുക്കിയിട്ടേക്കുന്നുണ്ട്, കുറേ പ്രദേശങ്ങളിൽ കൃഷി വിളവെടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് ഈ പറയുന്ന ഈ പെനകൊണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള സായി നിലയം റെയിൽവേ സ്റ്റേഷനിലെത്തി. സായി നിലയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഒരു അധികം വലിയതായ റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല. ബോർഡ് നമുക്ക് ഇവിടെ കാണാം, ശ്രീ സത്യസായി പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇറങ്ങി വന്ന വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ കിടക്കും. അതാണ്ടാ പോകണം നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി പോയി, അത് ഭുവനേശ്വറിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കണം. നമ്മൾ പുറകുവശത്തായിരുന്നല്ലോ. അപ്പോൾ മുമ്പോട്ട് നടക്കുമ്പോൾ ബോർഡൊക്കെ കാണാം. സായി നിലയം ത്തിൻ്റെ മെയിൻ ഇറങ്ങേണ്ട സ്ഥലത്ത് എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ വലിയ ബോർഡെല്ലാം കാണാം. ഇത് 2001 മാത്രം സർവീസ് ആരംഭിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായിബാബയുടെ അമ്പലത്തിൽ വന്ന പോലത്തെ അവസ്ഥയാണ്. മുഴുവൻ സായിബാബയുടെ ഫോട്ടോകളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചതെല്ലാം സായിബാബയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിബാബയുടെ ഏതെങ്കിലും ആശ്രമമാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. എവിടെ നോക്കിയാലും സായിബാബയുടെ ചിത്രങ്ങളും ഒക്കെ തന്നെ. പിന്നെ ഇവിടെ കാണുന്ന ഒരു ഭൂപടം എന്ന് പറയുന്നത് സായിബാബയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സായിബാബയുടെ അല്ല, ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ആദ്യ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞാനവിടെ എത്തിയപ്പോൾ സമയം വൈകുന്നേരം 4 മണിയായി കേട്ടോ. 4 മണിക്ക് കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ 1-2 ഓട്ടോറിക്ഷയുണ്ട്. ഇതാണ് സായിബാബ റെയിൽവേ സ്റ്റേഷൻ്റെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ച. അടിപൊളിയായിട്ട് തന്നെ ഒരു ആശ്രമം പോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണ രീതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ടിങ്ങനെ നടക്കുമ്പോൾ മൈതാനത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കണ്ടല്ലോ, അവിടെ ഒരു ഫൗണ്ടനും കാര്യങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോഴും നോക്കുമ്പോൾ ഇത് തന്നെ സായിബാബ തന്നെ, എവിടെ നോക്കിയാലും സായിബാബ. ഇതെല്ലാം സായിബാബയുടെ സാമ്പത്തിക ഇതിൽ പണിത റെയിൽവേയാണ്. സായിബാബേൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് വരാൻ വേണ്ടി തന്നെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ സായിബാബ റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട്
ബാംഗ്ലൂരിൽ നിന്നും 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം സത്യസായി ബാബയുടെ ആശ്രമത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ശ്രീ സത്യസായി പ്രശാന്തി നിലയം എന്നാണ്. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ് യഥാർത്ഥത്തിൽ ഈ സത്യസായി ബാബയുടെ പുട്ടപ്പർത്തിയിലെ ആശ്രമത്തിൽ എത്തിച്ചേരുക. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പുട്ടപ്പർത്തിയിലെ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള യാത്രയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സായിബാബയുടെ ആശ്രമത്തിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തന്നെ മെയിൻ റോഡിൽ നിന്ന് ബസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഷെയർ ഓട്ടോറിക്ഷകളുണ്ട്. ആ ഷെയർ ഓട്ടോറിക്ഷകൾക്ക് ആൾ 3-4 പേര് തികയുമ്പോൾ അങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഞാൻ ബസ്സിന് പോകാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാമല്ലോ. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.